എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നും ഒരു മനോഹരമായ ദിവസമാണ്. ഞങ്ങളിതേ നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ നടക്കാൻ പോകുമ്പം സാധാരണ എല്ലാ ദിവസവും നല്ല സൂര്യന് വന്ന് നല്ല ബ്രൈറ്റ് ആയിരിക്കും. നമുക്ക് നോക്കാനേ പറ്റില്ല. ഇന്ന് നോക്കിക്കേ, എത്ര ബ്യൂട്ടിഫുള്ളാണ്. ആകാശത്തോട്ട് നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു നോക്കൂ. റോഡിലൊന്നും ആരുമില്ല. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. സമയം 5 മണിയാണ്. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ പോയിട്ടാണ് ഞങ്ങൾ വാക്ക്വേയിലെത്തുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമുണ്ട് വാക്ക്വേയിലേക്ക്. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ ഇങ്ങനെ പോകുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ പോകുന്നത്. മോൾ മെയിനായിട്ട് പോകുന്നത് അവിടെയുള്ള പൂച്ചകളെ കാണാനും കളിക്കാനൊക്കെ ആയിട്ടാണ്. അവിടെ ഒരുപാട് പൂച്ചകളുണ്ട്. സ്ട്രീറ്റ് ക്യാറ്റാണ്, അതുകൊണ്ട് നമ്മൾ തൊടാറൊന്നുമില്ല. എന്തായാലും കാലിലൊക്കെ വന്ന് ഒരയ്ക്കും. നമ്മൾ എല്ലാ ദിവസവും നമുക്ക് പറ്റുന്ന പോലെ ഫുഡൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ ഇതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ ബഹ്റൈനിലെ റെഡ് ബസ്. ഇതിൽ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ട്. മോള് കുഞ്ഞായിരുന്നപ്പം കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബസ്സിൽ പിന്നെ കയറിയിട്ടില്ല. അപ്പം നല്ല ബസ്സാണ് ഇവിടുത്തെ കേട്ടോ. പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ ഞാൻ മൊബൈൽ എടുക്കും. എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒരുപാട് വീഡിയോ ഉണ്ട് എൻ്റെ മൊബൈലിൽ കിടക്കുന്നു. പക്ഷേ ഞാനത് എവിടെയും പോസ്റ്റ് ചെയ്തൊന്നുമില്ല. എപ്പോഴെങ്കിലും അതിന് തുടർച്ചയായിട്ട് എന്തെങ്കിലും വീഡിയോ എടുത്താൽ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒഴിവാക്കി വിട്ടതാണ്. പക്ഷേ ഇന്ന് മനോഹരമായിരിക്കുന്നില്ലേ കാണാൻ സൂര്യൻ ഉദിച്ച് വരുന്നത്. പിന്നെ മോൾക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രാവിലെയുള്ള ഈ വാക്കിംഗ് പരിപാടി നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മോളുടെ സ്കൂൾ അടച്ചിരിക്കുന്നത്. ഇപ്പോൾ സമ്മർ ഹോളിഡേ ആണല്ലോ. ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്ത് തന്നെ പോകുന്നത്. പക്ഷേ ഇപ്പം നല്ല ചൂടാണ്. ഇപ്പോൾ ഹ്യൂമിഡിറ്റിയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വന്നു. സൂര്യനൊക്കെ ഇതേ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ദൂരെ പോകണം നമ്മളവിടെ എത്താനായിട്ട്, വാക്ക്വേയിലെത്താനായിട്ട്. നമ്മളെ കാത്ത് അവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. നമ്മൾ ചെല്ലുന്ന ഉടനെ ഓടി വരാൻ തയ്യാറായിട്ട് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. നമുക്കും അത് ഇഷ്ടമാണ് കേട്ടോ. നമുക്കത് പോയി കുറച്ച് അവരുടെ കുറച്ചെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക എന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. ചില സമയങ്ങളിൽ നമുക്ക് കൊടുക്കാനൊന്നും കാണില്ല. പക്ഷേ നമുക്ക് വീട്ടിലൊരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ ഫുഡിൽ നിന്ന് ഒരു ഷെയർ നമ്മൾ എടുത്തുകൊണ്ട് പോയി അതുങ്ങൾക്ക് കൊടുക്കും. കാരണം മോള് എല്ലാവർക്കും പേരൊക്കെ ഇട്ട് വച്ചിരിക്കുവാണ്. അപ്പോൾ എല്ലാം അവളുടെ ഫേവറേറ്റാണ്. ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, പട്ടിയും പൂച്ചയൊക്കെ ഇഷ്ടമാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങളും വാക്കിങ്ങിന് പോയോ? പിന്നെ കുറച്ച് നേരം നടന്നൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു ലൈവൊക്കെ പോകും. കുറച്ചൊക്കെ ഒരു നടന്ന് മടുത്തൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ലൈവൊക്കെ പോകുന്നത്. അപ്പം കുറച്ച് പൂച്ചകളെയൊക്കെ കാണിക്കും. നോർമലി എനിക്ക് ലൈവിന് പോകുമ്പം ഈ വെറുതെ വീട്ടിൽ തന്നെ ഇരുന്ന് ലൈവ് ചെയ്യുന്നതിലും എനിക്കിഷ്ടം എനിക്കിങ്ങനെ പുറത്ത് പോകുമ്പം ഇടാൻ വേണ്ടിയിട്ടാണ്. കാരണം ആരും വന്നില്ലെങ്കിലും നമുക്കൊരു ചമ്മലില്ല. പിന്നെ നമുക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ വിഷയം കാണും നമ്മൾ പുറത്താണെങ്കിൽ. വീട്ടിലങ്ങനെ ഇരിക്കാൻ, എനിക്ക് ഫേസ് കാണിച്ചിരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ആണ് പുറത്തിറങ്ങുമ്പോൾ. പിന്നെ ചേട്ടായി ഉണ്ടല്ലോ, ചേട്ടായി ആണെങ്കിലും നമ്മുടെ സപ്പോർട്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്നത്, ലൈവൊക്കെ എടുക്കുന്നത്. ഓക്കെ. പിന്നെ ചേട്ടായി രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരെ റെഡിയായി ഞങ്ങൾ പോകും. ഞങ്ങളന്നേരം റെഡിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ചേട്ടായി വരുന്നു, ഞങ്ങൾ അന്നേരം ഒരുമിച്ച് ഇറങ്ങുന്നു, പോകുന്നു. അപ്പം ചേട്ടായിക്കും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഉറങ്ങി എണീറ്റ് പോകുന്നതിൽ എളുപ്പമാണല്ലോ ഉറങ്ങുന്നതിന് മുമ്പ് പോകുന്നത്. പിന്നെ ചേട്ടായി റെഡിയായി പോകുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം കുളിക്കുന്നു, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു. വൈകുന്നേരം എണീക്കുന്നു, ഭക്ഷണം കഴിച്ച് ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ റൊട്ടീൻ. കാരണം ഇപ്പം ഉച്ചയ്ക്ക് ഒക്കെ നല്ല ചൂടാണ്. അപ്പം ഉച്ചയ്ക്കുള്ള ഡ്യൂട്ടിയെക്കാട്ടും എന്തുകൊണ്ടും നല്ലത് രാത്രി തന്നെ പോകുന്നതാണ്. കാരണം ചൂട് കുറവുണ്ട്. നമ്മളിവിടെ വന്നു കഴിയുമ്പം ഭയങ്കര എക്സൈറ്റഡാണ്. മോൾ എക്സൈറ്റഡാണ്. അവൾ മറ്റേ ലില്ലി പൂച്ചയെ വിളിക്കുന്ന ഉടനെ പൂച്ചകളെല്ലാം കൂടി ഓടി വരും കേട്ടോ. അവർ ഭക്ഷണമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. രാത്രിയിലൊക്കെ വിശന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും ഭക്ഷണമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പൂച്ചകൾ ഓടി വരും. ഇത് നമ്മുടെ ലില്ലിയാണ് കേട്ടോ. ലില്ലി ഓടി വരും. ലില്ലി ഓടി വന്ന് കാലയിൽ കിടപ്പാകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ വാക്ക്വേ.
ഭയങ്കര ബ്യൂട്ടിഫുൾ സണ്ണായിരുന്നു ഇന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസ് നോർമലി കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. ഇതൊക്കെ നമ്മുടെ ഒരു മെമ്മറി അല്ലേ. പിന്നെ മോള് സൈക്കിളും കൊണ്ടാണ് എപ്പോഴും വരുന്നത്. പിന്നെ സൈക്കിൾ ഓടിച്ച് കുറച്ച് നേരം നടക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ലൈവ് പോകും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ. പിന്നെ നമ്മൾ ഫ്രൈഡേ നമ്മളിതെല്ലാം ഒഴിവാക്കി. ഫ്രൈഡേ എന്നാൽ പോകണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഫുൾ ഡേ റെസ്റ്റ് എടുക്കും. നമ്മൾ കുക്കിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കും. പിന്നെ ഒരുപാട് പൂച്ചകളുണ്ട്. പൂച്ച ഫാമിലികളുണ്ട് ഇവിടെ. അപ്പം അവർ ഈ കടൽക്കരയിൽ ആ കല്ലിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ അവർ സ്വയം സംരക്ഷിക്കും. ഒരുപാട് ആൾക്കാർ വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇങ്ങനെ നോക്കും. പിന്നെ അവർക്ക് പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കല്ലിൻ്റെ ഇടയിലൊക്കെ കയറി ഒളിച്ചിരിക്കും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുറേ പൂച്ചകളുണ്ട്. അവർക്ക് എല്ലാവർക്കും കുറച്ച് ഫുഡ് കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. വഴക്കാണ്, എല്ലാവരും വഴക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ എല്ലാവരും കുറച്ചൊക്കെ വയറ് നിറയും. ഒരുപാട് പൂച്ചകളുണ്ട്, എന്നാലും കുറച്ച് പേർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങ് വാക്കുവേ 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്ററും പൂച്ചകളുണ്ട് സൈഡിൽ കൂടിയൊക്കെ. ഫുഡൊക്കെ കൊടുക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മളും ചെയ്യും. പിന്നെ ഇത് നമ്മുടെ സുന്ദരി. പിന്നെ ഇത് ബ്ലാക്കി പുതിയതാണ് കേട്ടോ. ദിവസവും കുഞ്ഞുങ്ങൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ ദിവസവും 5-6 കുഞ്ഞുങ്ങളാണ് ഒരുമിച്ചുണ്ടാകുന്നത്. അതുങ്ങൾ വലുതായിരുന്നു. ഇത് നമ്മുടെ ഗോൾഡി. ഇതിന് കഴിഞ്ഞ ദിവസം ആരോ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണേ. അപ്പം ഇത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതിന് തന്നെ ഫുഡ് മേടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഗോൾഡിക്ക് സെപ്പറേറ്റ് ഫുഡ് വേറെ ബാക്കി പൂച്ചകളെയൊക്കെ ഇവിടെ ഫുഡ് കൊടുത്തിട്ട് ഗോൾഡിക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ച് നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുപോയി കൊടുത്ത് ഗോൾഡിനെ അങ്ങനെ മാറ്റി കൊടുക്കും. അപ്പോൾ ഗോൾഡിക്ക് അറിയാം നമ്മൾ കൊടുക്കുമെന്ന്. അങ്ങനെ ഞങ്ങളൊരു 3 ദിവസം കൊടുത്തു കേട്ടോ. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോൾഡിനെ ആരോ റെസ്ക്യൂ ടീം കൊണ്ടുപോയി കേട്ടോ. അപ്പം ഗോൾഡി ഇല്ല നമുക്കവിടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. ചുമ്മാ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഞങ്ങളിട്ടത്. ഓക്കെ, ബൈ. നാളെ മൂവീസ് നമ്മളെ കുറയ്ക്കാൻ പോവാണ്. നമ്മളുടെ യൂട്യൂബ് ചാനൽ വരണം. ബൈ.